കോട്ട നസീർക്ക, അസീസ്ക്ക, ബിനു തൃക്കാക്കര, പിന്നെ ഷൈൻ ചേട്ടൻ, മാല ചേച്ചി, ടിനി ടോം, അല്ലേ, അങ്ങനെ അശോകൻ ചേട്ടൻ, എണ്ണി ഒടുങ്ങാത്ത അത്രയും ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് പേരാണ്. ഞാൻ ഷൈൻ ബ്രോയായിട്ട്, നീ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഷൈൻ ബ്രോയായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഷൈൻ ബ്രോ എന്ന് പറയുന്ന പ്രൊഫഷണൽ ആളാണ്. ഭയങ്കര എങ്ങനെയൊക്കെ ഓടിക്കളിച്ച് നിങ്ങൾ പുറകെ ഓടി ചാടി നടക്കുന്ന ആളാണെങ്കിലും ലൊക്കേഷനിലെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവുകയും ഡയലോഗുകൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന അതൊരു അത്ഭുതത്തോടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൈൻ ബ്രോൻ്റെ ക്യാരക്ടറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നസീർക്ക, കോട്ട നസീർക്കനെ ഭയങ്കരമായിട്ട് ലവബിൾ ക്യാരക്ടറാണ്. അസീസ്ക്കയാണ് ഇതിലൊരു ഞെട്ടിക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ നാളെ തിയേറ്ററിൽ തന്നെ കണ്ടിരണം. അസീസ്ക്ക ഒരു ഞെട്ടിക്കലുണ്ട് ഈ പടത്തിൽ. അസീസ്ക്ക തന്നെ ഞെട്ടി. പുള്ളി പറഞ്ഞ പടം ഇത്ര നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അത് പടം കണ്ടിട്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അശോകൻ ചേട്ടൻ, മാല ചേച്ചി, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ള എല്ലാവരെയും ദി ബെസ്റ്റ് പെർഫോമൻസും കൂടി ഉണ്ടാവും ഇൻഡിവിജ്വലി. അതാണ് ആ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. എല്ലാവർക്കും ഒരു സീൻ പെർഫോം ചെയ്യാനുണ്ട്. അതാണ് ശുക്രനിലെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം. ഇല്ലില്ല, ഞാൻ കിളിയാണ്. കിളി എന്ന് പറഞ്ഞ മറ്റേ നസീർക്ക ഓടിക്കുന്ന ഈ പറയുന്ന ജഡായു എന്ന ലോറിയിലെ കിളിയാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇവരെ അല്ലേ, ഒരുപാട് ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു ആ ലോറിയിൽ ഇരിക്കാനും പോകാനൊക്കെ. അതൊക്കെ ആർട്ടിസ്റ്റുകൾ സമ്മതിച്ചു എന്നുള്ളതടുത്താണ് ഞങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോളേജുകളിൽ കയറി ഇറങ്ങിയോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെന്ന സ്ഥലങ്ങളൊക്കെ കണ്ടന്റായി മാറിയതൊക്കെ അങ്ങനെയാണ്. അത് എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി സഹകരിച്ചിട്ടാണ്. ചോദ്യം അതൊന്ന് പറയണമെന്ന് വിചാരിച്ചത് ഞാൻ നിൽക്കുകയായിരുന്നു. ഈ സിനിമ എടുക്കാൻ വരുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞാനിപ്പോൾ എല്ലാ പ്രൊഡ്യൂസർമാരെയും ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളൊരു സിനിമ എടുക്കാൻ പറ്റും നമ്മുടെ ഒരു പാഷൻ കൊണ്ടോ ഒരാഗ്രഹമൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ഒരു വലിയ ബിസിനസ് കണ്ടുകൊണ്ടൊന്നും അല്ല. ഇപ്പോഴത്തെ സിനിമകളുടെ സാമ്പത്തിക മേഖല നിങ്ങൾക്കെല്ലാം അറിയാം. അതൊന്നും ഒളിച്ചു പറയുക, ഇവിടെ എല്ലാം ട്രാൻസ്പെറൻ്റ്, ഒന്നും പൊക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പൊക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തോട്ടേക്കും പോകുന്നത്. പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾ അത്രയും സ്ട്രെസ് എടുത്ത്, ടെൻഷൻ എടുത്ത്, അയാൾ ഇത്രയും ഒരു സന്നാഹം ഈ ഇതിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോഷനാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രൊമോഷൻ നടന്നു പോകുന്നത് തന്നെ. അല്ല, നമ്മളിവിടെ നിന്നൊന്നും പരിധികളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ശരിയാണ്, അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇത് കഴിഞ്ഞാൽ വേറൊരു സിനിമയിൽ ജോയിൻ ചെയ്തെങ്കിലേ അവരുടെ ജോലി അവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ ഭാഗം കറക്റ്റാണ്. പക്ഷേ ഞാനത് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷനോടും ഇവിടുത്തെ ചേംബറിനോടും ഞാൻ പറയുകയാണ്, ഇതിനൊരു സ്കെഡ്യൂൾ ചെയ്യണം, ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് പ്രൊമോഷനും അഡ്വർടൈസ്മെൻറ്റ് അത് ഒരു ബിസിനസ് നടക്കില്ല. അപ്പം നമുക്ക് വേറൊരാളെ കൊണ്ടിരുത്താൻ പറ്റും. ഈ ചെയ്ത ആർട്ടിസ്റ്റുകളെയല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളൊരു സിനിമയത്, മലയാളികൾ ഏറ്റെടുത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ മറ്റ് സാങ്കേതിക നമ്മുടെ സംഘടനകൾ അത് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ സിനിമയ്ക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊന്നും ഇങ്ങനെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊമോഷൻ്റെ, ഞാൻ പറയുന്നത് 90s കാര്യമാണ് ഞാൻ പറയുന്നത്, 2000 കാര്യം ആവശ്യമില്ലായിരുന്നു. കാരണം അത്രയും ആൾക്കാർ കാത്തു നിന്ന സിനിമകൾ വരും. ഇന്നങ്ങനെയല്ല. സിനിമയ്ക്കുള്ളിൽ തന്നെ സിനിമകൾ കോമ്പറ്റീഷനാണ്. അപ്പം ആൾക്കാരുടെ ഇടയ്ക്കല്ല, സിനിമയ്ക്കുള്ളിൽ തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ പ്രൊമോഷൻ്റെ ഭാഗത്ത് ആർട്ടിസ്റ്റുകളുടെ സഹകരണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു നിയമപരമായി തന്നെ എന്തെങ്കിലും ചെയ്ത് അതൊരു ഇമ്പോർട്ടൻ്റ് ഏറിയാണത്. നമ്മൾ പടം എടുത്തു വെച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ എത്രയോ സിനിമകൾ നമുക്ക് അങ്ങനെയുള്ള പ്രൊമോഷൻ കിട്ടാതെ പരാജയത്തിൻ്റെ കുഴിയിൽ വീണ് പോയ എത്ര സിനിമകളുണ്ട്. ഒരുപക്ഷെ അവിടെയൊക്കെ കൈ പിടിക്കാവുന്നതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ സഹകരണ ഇല്ലായ്മയിൽ നമുക്ക്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിനിമ അങ്ങനെയല്ല കേട്ടോ. ഇവരൊക്കെ രാവും പകലും ഈ ശുക്രൻ സിനിമയുടെ കൂടെ, ഞാൻ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാനിതിൻ്റെ തുടക്കം പോലുള്ള ഒരാളായതുകൊണ്ട് പറയുന്നത്, ഇപ്പോഴും ഇതിൻ്റെ അവസാന ഈ റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്നത്, ഇവരെ സംബന്ധിച്ച് ഇവർ നമ്മുടെ തുടക്കം മുതൽ ഈ പ്രൊമോഷന് ഇന്ന് വരെ, നാളെ കേരള തിയേറ്ററിലേക്ക് പോകും, നമ്മുടെ കൂടെ നിന്നവരാണ്. ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ, ഒരു സിൻസിയാരിറ്റി മറ്റുള്ളവർ ഏറ്റെടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഏൽപ്പിച്ചത് തന്നെ എനിക്ക് ഭയങ്കര ഒരു എല്ലാവരോടും നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം രാഹുലേട്ടനാണെങ്കിലും അനുക്കുട്ടൻ ചേട്ടനാണെങ്കിലും ഉപേനിക്കാണെങ്കിലും ജീമോൻ സാറടക്കം
അതും ചെറിയൊരു ക്യാരക്ടർ അല്ല പടത്തിൽ, അത്രയും നല്ലൊരു ക്യാരക്ടർ തന്നതിനും, അതും ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരിക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു അവസരത്തിന് ഞാൻ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു മൂവിയുടെ പ്രൊമോഷൻ വാച്ച് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ സീനിയർ ഒരു ആർട്ടിസ്റ്റാണ് പറയുമായിരുന്നു, അതായത് ഒരു സിനിമയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും വിളിക്കത്തില്ല, ഞങ്ങൾ റേറ്റ് കൂട്ടി അല്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്റ്റാർട്ടമിലേക്ക് മാറുക, അപ്പം പിന്നെ പുതിയ ആൾക്കാരെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു പടം ചെയ്ത് 2 പടം ചെയ്തുള്ളവരൊക്കെ ഇപ്പം പലയിടത്തും സിനിമകൾ കാണാതിരിക്കും. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഈ പുതിയ ആൾക്കാരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർ ഇനിഷ്യേഷൻ എടുക്കുന്നതിന് റീസൺ ഉണ്ടല്ലോ, അത് അവർ തപ്പി നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സഹകരണം, അവരുടെ പുതിയൊരാൾ വരുമ്പോൾ അവർ നമ്മളോട് നമ്മുടെ ഷൂട്ടിങ്ങിലായാലും എല്ലാ കാര്യങ്ങളും സഹകരിക്കും. അപ്പം അത് ഈ ഇൻഡസ്ട്രിയിലുള്ള ആർട്ടിസ്റ്റുകൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണത്. അതുകൊണ്ടാണ് പിന്നെ പുതിയ ആൾക്കാർക്ക് ചാൻസും കൊടുക്കണമല്ലോ. അല്ലാതെ ഇപ്പം ആൾക്കാർ കലയുന്ന ഇത് സിനിമ ഒരു ആർട്ടും കൂടിയാണല്ലോ. എപ്പോഴും ഒരു വെറൈറ്റി ഒരു വ്യത്യസ്ത മുഖങ്ങൾ കാണുമ്പോൾ അതിൻ്റേതായ ഒരിതും കിട്ടും. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഈ പുതിയ ആൾക്കാർക്ക് നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം പഴയ ഇത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരുടെ സഹകരണക്കുറവ് പല മേഖലകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു മേഖല നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ചിന്തിക്കുന്നതെന്ന് പറയുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ സിനിമ അതുകൊണ്ട് തന്നെ 2:10 ഉള്ളൂ, അതൊന്ന്. 2, പടത്തിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സിനിമ എന്നല്ല, ഏത് സിനിമയാണെങ്കിലും. ഇപ്പോൾ ദുരന്തറാണ് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. 3 മണിക്കൂർ 20 മിനിറ്റാണ് അല്ലേ. ആ ബ്രേക്കും കൂടി കഴിഞ്ഞ് 4 മണിക്കൂർ ഏകദേശം നമ്മൾ PVR കണ്ടു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ പോയി. ഇതിനു മുമ്പ് അനിമൽ എന്ന് പറഞ്ഞ സിനിമ അല്ലേ. അപ്പോൾ ഈ പറയുന്ന എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ അതെല്ലാം കാണാൻ തയ്യാറാണ്. അതിപ്പോൾ പുതിയ തലമുറയായാലും അല്ലെങ്കിൽ ജെൻസി പിള്ളേരാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ. അതിൽ ഏറ്റവും വലിയത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര എന്താ പറയുന്ന ഒരു ആത്മവിശ്വാസം കിട്ടിയ സിനിമയാണ് സർവ്വമായ. സർവ്വമായയുടെ വിജയം ഭയങ്കരമായിട്ട്, കാരണം കുടുംബ പ്രേക്ഷകരാണ് കൂടുതൽ ഏറ്റെടുത്തതും അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയ വിജയങ്ങളൊന്നാണ് ഉറപ്പായിട്ടും. കാരണം എക്കോ നമ്മളുടെ സിസ്റ്റം മൊത്തം മാറ്റിയ, എക്കോ സിസ്റ്റം എന്നായില്ലേ, സിസ്റ്റം മൊത്തം മാറ്റിയ ഒരു സിനിമ തന്നെയാണ് എക്കോ. അത് എങ്ങനെയാണ് ഇപ്പോൾ അതൊന്ന് കണ്ടു എന്ന് വിചാരിച്ചോ, നിങ്ങളെല്ലാവരും ഒന്നും കൂടി എടുത്തിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പേപ്പറും പേനയും തന്നിട്ട് ഒന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ആ പടത്തിന് എങ്ങനെ കുറേ കാര്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പുതുമയുടെ തന്നെ പുതിയ മേച്ചിൽപ്പുറമാണ്. അങ്ങനത്തെ സിനിമകളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോണറിൽ വരുന്ന തമാശപ്പടങ്ങളുണ്ട്. എല്ലാത്തിനും ഇവിടെ സ്പേസ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അത്രയും ഡിഫറെൻറ്റ് പടം വരുമ്പോഴും സത്യനന്ദിക്കാട്ട് സാറിൻ്റെ പോലത്തെ സിനിമയാണ് സർവ്വമായ. അതും ഭയങ്കര രസമായിട്ട് ഓടിയതാണ്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഉണ്ടായ ആത്മവിശ്വാസം. അത് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ശരിക്കും നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ്, മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും, അത് നടത്തിയതാണ് എക്കോ. കറക്റ്റല്ലേ മസ്തിഷ്ക പ്രക്ഷാളനം? ഇവൻ ഇംഗ്ലീഷ് സാറാണ്, അതുകൊണ്ട് ചോദിച്ചാണ്.